ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലിജിസ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പഴംപൊരിയാണ്. വളരെ സ്പെഷ്യലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നിങ്ങൾ സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, സാധാരണ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്ലെങ്കിൽ പഞ്ചസാര, മൈദപ്പൊടി അതൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പഴംപൊരിയാണ്. കുറച്ച് എന്താ പറയുക, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇത്രയൊന്നുമില്ല, ഞാനിപ്പോൾ 4 പഴത്തിന് ഏകദേശം അളവ് പറയുകയാണെങ്കിൽ ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഞാൻ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്നതിൽ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, മധുരമല്ല. അപ്പോൾ പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഈ മുളക് പൊടി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് അപ്പക്കാരം എന്ന് പറഞ്ഞാൽ, അതായത് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞൊരു സംഭവം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പർ പഴംപൊരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് കപ്പളവിന് വെള്ളം പറഞ്ഞു തരുന്നില്ല. കാരണം എന്താ വെച്ചാൽ, എന്താ പറയുക, നമ്മുടെ ഒരു ദോശയുടെ ബാറ്ററിനേക്കാളും കുറച്ച് തിക്നെസ് കൂടിയിട്ട്, എന്നാൽ ഇഡ്ഡലി ബാറ്ററിനേക്കാളും കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ട്, കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ട്, അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കേണ്ടത്. ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ പൊടി അബ്സർവ് ചെയ്യുന്നതിന് മാറ്റമുണ്ടാകും. അപ്പോൾ അത് വെള്ളം കൂടി പോകാനും കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. കണ്ടോ, ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 3 പഴമല്ല 4 പഴം കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള പഴം ഇതുപോലെ നന്നായിട്ട് സ്ലൈസാക്കി എടുക്കുക. കൂടുതൽ കട്ടിയായി കഴിഞ്ഞാൽ നമ്മളെ പഴംപൊരി വലിയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നേരെ പീസസ് ആക്കിയിട്ട് ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പം നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ബാറ്ററിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാണ്ട്. കണ്ടോ, അപ്പോൾ നല്ല അത്യാവശ്യം തിക്കിലിപ്പം വന്നിട്ടുണ്ട്. കാരണം കുറച്ച് സമയം അവിടെ തന്നെ മാവിരുന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് എന്താ ചേർക്കുന്നത് വെച്ചാൽ, ഒരു കറക്റ്റ് പറയാമെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ റവ അതാണ് ചേർക്കുക. അരിപ്പൊടി ചേർക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് അരിപ്പൊടി ചേർക്കുമ്പോൾ ഭയങ്കരത്തിൽ എന്താ പറയുക എണ്ണ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആദ്യമൊക്കെ അരിപ്പൊടിയാണ് ചേർത്തിരുന്നത്, പക്ഷേ ഇപ്പം ഞാൻ റവയാണ് ചേർക്കുന്നത്. നമ്മുടെ തരിയില്ലേ, 1 ടേബിൾ സ്പൂൺ തരി എടുത്തിട്ട് കുറേയൊന്നും ചേർക്കാൻ പാടില്ല. കാരണം നമ്മളെ മാവ് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ തരിയുടെ ഭയങ്കര ഹാർഡ്നെസ് ആയിപ്പോവും. അപ്പോൾ ആ ഹാർഡ്നെസ് ഒന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ അവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ തവിട് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ പൊരിക്കാം. അപ്പോൾ നമുക്ക് ഓരോ പഴംപൊരിയായിട്ട് നമ്മുടെ മാവിലേക്ക് ബാറ്ററിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് മുങ്ങണം കേട്ടോ. അതിൻ്റെ പഴംപൊരിയുടെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ കറക്റ്റ് മാവ് പിടിക്കണം. എന്നിട്ട് എനിക്കിപ്പോൾ ഇതുപോലെ ഒരു അത്യാവശ്യം 4 വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ പാടില്ല. എണ്ണ നന്നായിട്ട് പലഹാരത്തിലേക്ക്, ഏത് എണ്ണ പലഹാരമായാലും പലഹാരത്തിലേക്ക് എണ്ണ കയറും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ, ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് നമ്മളിത് വെന്ത് കഴിഞ്ഞു. നമുക്ക് ഒരു ഏകദേശം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കളർ കിട്ടിയല്ലോ നമുക്ക്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴംപൊരിക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നത്. അധികം പേർക്കുള്ളത് മഞ്ഞ കളറിൽ പഴംപൊരി വരുന്നത്. അപ്പോൾ ആ ഒരു മഞ്ഞ കളർ ഒഴിവാക്കി ഗോൾഡൻ ഒരു യെല്ലോ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബാച്ചും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ പഴംപൊരി, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്രിസ്പിനെസ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി പലർക്കുള്ള ഡൗട്ടാണ്, ഈ പഴംപൊരിയുടെ മാവ് ബാക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ ഉണ്ടാക്കിയത്, അപ്പോൾ പിന്നെ മധുരമല്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട്
കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ഉപ്പ് ആവശ്യത്തിനുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിവട പോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് നമ്മൾ ബാക്കി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പഴംപൊരിയും റെഡിയായും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ളിവടയും കിട്ടി. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ പഴംപൊരിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയണു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.